എടാ നമ്മുടെ CM പോലെയാടാ, ബീഹാറിലെ CM കൂളാണ്. അതെ, കൂള് വെക്കാതെ അങ്ങേർക്ക് 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. നിയമസഭയിൽ വരെ കൂള് വെച്ചിരിക്കണമെങ്കിൽ അങ്ങേര് എന്ത് കൂളായിരിക്കും. ഇതിനും കൂളായിട്ടുള്ള ആളെ അന്റാർട്ടിക്ക പോയപ്പോലും കിട്ടില്ല. CM ആയിട്ട് വേണം ആദ്യത്തെ ബില്ലില് കൂളിന്റെ വില കുറയ്ക്കുന്ന പാസ്സാക്കാൻ. രഞ്ജിത്ത് കഴിവുള്ള കുട്ടിയായിരുന്നിട്ടും കഞ്ചാവിന് അടിമപ്പെട്ടുപോയി. ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് ബീഹാറിലെ ഹെൽത്ത് മിനിസ്റ്ററാണ്. ഹെൽത്ത് ഹറാമായിട്ടുള്ളവനെ പിടിച്ചിട്ട് ഹെൽത്തി മിനിസ്റ്റർ ആക്കി വെച്ചിരിക്കുന്നു. അത് ഹെൽത്തിയാണ്. രാവിലെ കഞ്ചാവ് കിട്ടിയ ഉച്ച വരെ ഹെൽത്തി, ഉച്ചയ്ക്ക് കഞ്ചാവ് കിട്ടിയ വൈകുന്നേരം വരെ ഹെൽത്തി. ബീഹാറിൽ 13 കോടി ജനങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങളെക്കാളൊക്കെ 5-6 ഇരട്ടി. ഇത്രയും ജനങ്ങളിൽ നിന്നും ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് അവർ തെരഞ്ഞെടുത്തത് ഹെൽത്തി കുട്ടനായ ഇദ്ദേഹത്തെയാണെന്ന് കാണുമ്പോൾ ரொம்ப 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 അത്ഭുതം. ഇനി വിദ്യാഭ്യാസ മന്ത്രി. പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും അവർക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നും ബീഹാറിലെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി. जरूरत क्या है एजुकेशन? हमारे घर की बेटियां हमारी शक्ति है और उन बेटियों को क्या जरूरत है सड़क पर आने का भाई? जब സ്ത്രീകൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ്. സ്ത്രീകൾ പഠിച്ചാൽ പിന്നെ ഇവന്മാർക്ക് പെണ്ണ് കിട്ടുമോ? ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല, മിനിസ്റ്റർ നീഡ് എഡ്യൂക്കേഷൻ. ബീഹാറിലെ സ്പോർട്സ് മിനിസ്റ്റർ 40 ഡിഗ്രി പൊള്ളുന്ന ചൂടത്ത് അവിടുത്തെ ജനങ്ങൾക്ക് പുതപ്പ് വിതരണം ചെയ്തിരിക്കുകയാണ്. നന്ദിയുണ്ട് മോനെ. ഇത്ര ചൂടത്ത് എന്തിനാണ് ബ്ലാങ്കറ്റ് പുതപ്പിച്ച് കിടത്താനോ? ഈ വേനൽക്കാലത്തെ ഏറ്റവും നല്ല പദ്ധതിയായിട്ട് ഇതിനെ കരുതും. വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ഏതായാലും അമ്മാവന്റെ മുഖം കണ്ടാലറിയാം എന്ത് ഹാപ്പിയാണെന്ന്. 40 ഡിഗ്രി അവിടെ തണുപ്പാണോ? ഇത് മതി അടുത്ത 5 വർഷം വോട്ടിന്. ब्लूप्रिंट क्या है? ब्लूप्रिंट मैं आपको कैमरे पे अभी कैसे बताऊं, ये तो बहुत ही निजी चीज है. ബ്ലൂ പ്രിന്റ് ബ്ലൂ ഫിലിം ആണെന്ന് വിചാരിച്ചിരിക്കുന്ന MLA. ब्लूप्रिंट मैं आपको कैमरे पे अभी कैसे बताऊं, ये तो बहुत. ഇതൊക്കെ ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പറയാം? कैमरे पे अभी कैसे बताऊं, ये तो बहुत ही निजी चीज है. ബ്ലൂ പ്രിന്റിനെ കുറിച്ചൊക്കെ ഞാൻ എങ്ങനെ പറയാ? ഞാൻ പറയാം, ഇത് പല പല സൈഡിൽ കിട്ടും. പിന്നെ HD വേണമെങ്കിൽ HD കിട്ടും, 4K വേണമെങ്കിൽ 4K കിട്ടും. इस समय मेरा सोने का समय और मैं बहुत कंफ्यूज्ड हो रही हूँ. ചിലത് ബ്ലർ ആയിരിക്കും. അപ്പൊ അടുത്ത 5 വർഷം ബീഹാർ ജപ്പാനേക്കാളും വലിയ വികസനത്തിലേക്ക് എത്തുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബീഹാർ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്നാണ് പറയാറുള്ളത്. കാരണം അത് അങ്ങനെ തന്നെയാണ്. അവിടെ വേറെ തന്നെ പരിപാടിയാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒട്ടും പിടികിട്ടാത്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവരവരുടെ തന്നെ ഒരു ലോകത്ത് ജീവിക്കുകയാണ് നമുക്ക് തോന്നിപ്പോകും. എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ലോകത്തിലെ എല്ലാവരുടെയും ഒരു ബിഗ് കൺസേൺ എന്ന് പറയുന്നത് പൈസയാണ്. ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉള്ളവർ അവരുടെ വെൽത്ത് വളർത്തി അവരുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഒക്കെ സെക്യൂർ ചെയ്യാണ്. പക്ഷെ നമ്മൾ യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറെ ആളുകൾ പൈസ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. ഇത് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇത് എങ്ങനെ ചെയ്യും, നമ്മുടെ പൈസ ലോസ് ആയാലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് വൂൾഫ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നത്. മാർക്കറ്റ് വൂൾഫ് ഒരു ലീഡിംഗ് ആയിട്ടുള്ള സെബി രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ആപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേണി വെറും 99 രൂപ ലൈഫ് ടൈം ഫീസിൽ തുടങ്ങാൻ പറ്റും. ഇതിൽ ഇയർലി മെയിൻറ്റെയിൻ ചാർജസോ വേറെ ഹിഡൻ ഫീസസോ ഒന്നുമില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി എന്റെ പിൻ ഉപയോഗിച്ചിട്ട് ഈ ആപ്പ് ലോഗിൻ ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോ ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഇപ്പൊ മൂവിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡ്സ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പൊ സിംപ്ലി ഫോളോ ട്രെൻഡ് ക്ലിക്ക് ചെയ്തു. ഇതിൽ ഇൻസ്ട്രുമെന്റ്, ചാർട്ട്, ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ഒരു ട്രേഡ് അങ്ങ് പ്ലേസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, ട്രേഡ് സ്റ്റാർട്ട് ആയി. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രേഡ് ലൈവ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. വേറൊരു സംഭവം, നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് മുതൽ ഇതിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മേജർ ലോസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട്. സിംപ്ലി ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വെറും 3 ടാപ്സിൽ ഞാൻ 1476 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. മാർക്കറ്റ് വൂൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്ത ഒരുപാട് ആളുകൾ 3 മാസത്തേക്ക് വളരെ സ്ട്രോങ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ യൂസേഴ്സ് ഫസ്റ്റ് മന്തിൽ 57,170 രൂപ, സെക്കൻഡ് മന്തിൽ 70,468 രൂപ, തേർഡ് മന്തിൽ 59,696 രൂപ, ഇങ്ങനെ നല്ല നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെ ബെസ്റ്റ് കാര്യം, ഈ റെക്കമെൻഡേഷനിൽ നിന്ന് മാർക്കറ്റ് വൂൾഫ് 1 രൂപ പോലും കമ്മീഷൻ ഈടാക്കുന്നില്ല. എന്റയർ പ്രോഫിറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി ട്രാൻസ്ഫർ ആവും. മാർക്കറ്റ് വൂൾഫ് വളരെ സ്പീഡിൽ ഇപ്പൊ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിംപ്ലി ഈ ആപ്പ് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, സെക്യൂർ ആണ്. അപ്പൊ വേണ്ടവർ ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമന്റിൽ പിന്നും ചെയ്യാം. പല സാധനങ്ങളും മോഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല പൈസ, സ്വർണം, എന്തോ. ബീഹാറിന് കട്ടോണ്ട് പോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? റോഡ് അടിച്ചോണ്ട് പോവാണ്. അത് ഇവന്മാർക്ക് പോവാനുള്ള സാധനമാണെന്ന് പോലും ഇവന്മാർ ചിന്തിക്കുന്നില്ല. റോഡിന്റെ ടാറൊക്കെയാണ് മോഷ്ടിച്ചോണ്ട്. മൊബൈലില്ലേ അതിന്റെ ടവർ കട്ടോണ്ട് പോയിരിക്കുന്നു.
റോഡിലെ കൺസ്ട്രക്ഷൻ സാധനങ്ങൾ അടിച്ചോണ്ട് പോവുക. സിവിക് സെൻസ് ഈ വീഡിയോ കണ്ടാൽ ട്രാൻസ്ഫോമർ തൂങ്ങിച്ചാവും. പക്ഷെ ആ ട്രാൻസ്ഫോമർ വരെ ഇവന്മാർ അടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. ഐ എം സ്റ്റിൽ റിപ്പീറ്റിംഗ്, ഇൻ ബീഹാർ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഈ ടെക്നോളജിയാണ് നമുക്ക് വേണ്ടത്. SBIയുടെ ATM ആണിത്. ATMന്റെ ഉള്ളിൽ ബാർബറാ, സ്റ്റേറ്റ് ബാർബേഴ്സ് ഓഫ് ഇന്ത്യ. SBIയുടെ കീഴിൽ നല്ലൊരു ബാർബർ ഷോപ്പ് ഇന്ത്യ കണ്ടൊരു സ്വപ്നമായിരുന്നു. ബായി നോക്കുമ്പോ നല്ല AC റൂം, കട ഇട്ട അച്ച വസൂൽ. ATM ബാർബർ ഷോപ്പാ. ബാർബർ ഷോപ്പിൽ വല്ല ഉണക്കമീനും കിട്ടും. ഇത് സ്ക്വിഡ് ഗെയിം അല്ല, ബീഹാറിലെ കല്യാണമാണ്. വാവ്, വാട്ട് എ ഹൈജീനിക് ഫുഡ്. 40 ലക്ഷത്തിന്റെ ക്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെന്താ പ്ലാസ്റ്റർ ഓഫ് പാരീസോ? ക്ലോക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയത്. അത്രയെങ്കിലും പഠിച്ചില്ലേ, അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണം. വണ്ടി ആരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇമ്മാതിരി ലോക്ക് ഇട്ടു ബായി. അമ്മയുടെ കളി. പക്ഷേ ആ ലോക്ക് ഇട്ടത് ഒഴിച്ച് ബാക്കിയെല്ലാം അടിച്ചോണ്ട് പോയി. ഫ്ലിപ്കാർട്ട് ലേബൽ ക്രിയേറ്റഡ്, വി ഹാവ് യുവർ പാക്കേജ്, ബീഹാർ ഈസ് സ്റ്റോളൻ യുവർ പാക്കേജ്. അവിടെയുള്ള ഒരു പാലമാണ് ഗൈസ്. മരുന്നിന് പോലും അവര് സിമെന്റോ മണലോ ഉപയോഗിച്ചിട്ടില്ല. കളിമണ്ണ് കൊണ്ട് പാലം ഉണ്ടാക്കിയിരുന്നു. അവിടെ റോഡിന്റെ സൈഡിൽ ചെടികളൊക്കെ കൊണ്ടുവന്ന് ഒരു പരിപാടി ഗവൺമെന്റ് ചെയ്തായിരുന്നു. എല്ലാം കൊണ്ടുപോയി. അത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. റോഡിന്റെ സൈഡിൽ കണ്ടില്ലേ, ലൈറ്റുകൾ പിടിപ്പിച്ചാണ് ഈ സംഭവം. കർണന്റെ പോലെ കവച കുണ്ടലം വരെയുണ്ട്. ലൈറ്റ് അടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ ഒരു കൂട്ടിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പോയിന്റ് ഈസ്, എന്നിട്ടും അടിച്ചോണ്ട് പോയി. ഡെവലപ്മെന്റ് വേണമെന്ന് സർക്കാരിനോട് പറയുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയാണ് വിചാരിക്കും. പക്ഷെ അല്ല, അതിന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇന്ത്യ, ജമ്മു കാശ്മീർ, ബീഹാർ, അത് സ്വാപ്പ് ചെയ്ത് ജമ്മു കാശ്മീരിന്റെ സ്ഥലത്ത് ബീഹാർ ആണ് വെച്ചതെങ്കിൽ കഥ. അങ്ങനെ സംഭവിച്ച പാകിസ്ഥാൻകാർക്ക് കാശ്മീർ വേണമെന്ന് അറിയില്ല, പാകിസ്ഥാൻകാർ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും കരയുക. Pakistan stolen overnight. Not a single monument, border or biryani pot left. ഇതൊരു ഫണ്ണായിട്ട് കരുതിയാൽ മതി. റിയാലിറ്റി ഇതിനേക്കാളും ഭീകരമായിരിക്കും. ഇതാ വന്ദേ ഭാരത് എക്സ്പ്രസ് പുല്ലും കൊണ്ട് പോണ. ഇത് പല പല ആളുകളുടെ ലഗേജുകളായിട്ടാണല്ലോ. നല്ല കുഷ്യൻ കിട്ടും എന്തായാലും. ആളുകൾക്ക് ഇരിക്കുമ്പോ നല്ല കുഷ്യനിൽ ഇരുന്ന് പോവാ. അവിടെ ഒരു എക്സാം നടത്തിയതാണിത് റോഡ് സൈഡില്. അതാ, ഇതാണ് ഓപ്പൺ എക്സാം എന്ന് പറയുന്നത്. ബോർഡ് എക്സാം അല്ല, റോഡ് എക്സാം. എടുക്ക് കേരള സ്റ്റോറി 3 എടുക്ക്. ഇതൊന്നും ആരും കാണിക്കരുത്. ഈസി, ഹാർഡ്, ഇമ്പോസിബിൾ, പിന്നെ ബീഹാർ. ഒന്നെങ്കിൽ പുലിയാണെന്ന് പുലിക്കറിയണം, അല്ലെങ്കിൽ പുലിയാണെന്ന് ഇവന്മാർക്ക് അറിയണം. ഇത് രണ്ടുപേർക്ക് അറിയാത്ത അവസ്ഥ. ഇത് ബീഹാറിലെ ഒരു MLA ആണ് ഗൈസ്. പുള്ളി ഒരു 10-38 കേസിലെ പ്രതിയായിട്ട് ജയിലിൽ കഴിയുന്ന ആളാണ്. ജയിലിലിരിക്കുന്ന ഇയാള് ഇലക്ഷനിൽ നിന്നിട്ട് പുള്ളി ജയിച്ചിട്ട് ജയിലിന് പരോളിൽ ഇറങ്ങി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും ജയിലിലേക്ക് പോയി. ജയിലിലിരുന്നാണ് ഇയാൾ ഭരിക്കുന്നത്. ടെക്നോളജികൾ ഉണ്ടാകുന്നത് ജപ്പാനിലും മരിക്കുന്നത് ബീഹാറിലുമാണ്. അല്ല, BI, ബീഹാർ ഇന്റലിജൻസ്. ഞങ്ങളുടെ നാട്ടിൽ വാതിലിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴും. ഓ, ആ സെൽഫ് ഞെക്കുന്ന കണ്ടില്ലേ, ഹൈടെക് ആണ്. ജപ്പാൻകാരൻ പല ടെക്നോളജിയും കണ്ടുപിടിക്കും, പക്ഷെ അതിന്റെ പർപ്പസ് എന്താന്ന് തീരുമാനിക്കുന്നേ ബീഹാറിലെ സുമൻ ഭായി ആടാ. ഒരു പാത്രത്തിൽ നിന്ന് ഹെഡ്ലൈറ്റ് ഉണ്ടാക്കിയ ഇവന്മാർക്ക് ഈ ലോകത്തിൽ എന്ത് സാധിക്കും? ഈ പാട്ടാണ് ബീഹാറിന്റെ ദേശീയ ഗാനം. ഇതിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? വിട്ട ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലറായി കളയും. എല്ലാം പീക്കിലായിരിക്കും ഇവന്മാർ ചെയ്തു വെക്കുക. അതാണ്. അപ്പൊ നമ്മൾ ചില ബീഹാർ തിങ്സ് ആണ് ഈ വീഡിയോയിൽ കണ്ടത്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഗൈസ്. ബൈ. പിന്നെ ഗൈസ്, മാർക്കറ്റ് വൂൾഫ് ഓൾറെഡി 2 മില്യൺ ഡൗൺലോഡ്സ് ക്രോസ് ചെയ്തു. ഐഫോണിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി ഇന്ന് തന്നെ മാർക്കറ്റ് വൂൾഫ് വഴി തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റിൽ പിന്നെ വേണ്ടവർ ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഓക്കെ.